ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് തുടങ്ങാൻ പോകുന്നത് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനാണ്. അപ്പോൾ ഈ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ നോക്കുന്നതിനെക്കാട്ടും മുന്നേ നമുക്ക് കുറച്ച് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. സോ അതിൻ്റെ ഫസ്റ്റ് കാര്യമാണ് ഫൊറിയർ ട്രാൻസ്ഫോം. എന്താണ് ഫൊറിയർ ട്രാൻസ്ഫോം? ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ടു കൺവേർട്ട് എ ടൈം ഡൊമെയിൻ സിഗ്നൽ ഇൻ ടു എ ഫ്രീക്വൻസി ഡൊമെയിൻ സിഗ്നൽ. അപ്പോൾ ടൈമിനനുസരിച്ച് വേരി ചെയ്യുന്ന ഒരു സിഗ്നലിനെ ഫ്രീക്വൻസി ഡൊമെയിനിലോട്ട് കൺവേർട്ട് ചെയ്യുക, അതിനുള്ളൊരു ടൂളാണ് ഫൊറിയർ ട്രാൻസ്ഫോം. അപ്പോൾ ഫൊറിയർ ട്രാൻസ്ഫോം എന്തിനാണ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ടൈമിനനുസരിച്ച് വേരി ചെയ്യുന്ന ഒരു സിഗ്നൽ ഉണ്ട്. ആ സിഗ്നലിൽ ഏതൊക്കെ ഫ്രീക്വൻസി കോമ്പണൻസ് ആണ് ഉള്ളത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫൊറിയർ ട്രാൻസ്ഫോം ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇതൊരു കോസ് സിഗ്നലാണ് ഓഫ് ഫ്രീക്വൻസി ഈക്വൽ ടു 1 kHz. ഇപ്പോൾ ഒരു 1 kHz ഉള്ള ഒരു കോസ് സിഗ്നലാണിത്. അപ്പോൾ ഇതിൻ്റെ ഞാൻ ഫൊറിയർ ട്രാൻസ്ഫോം എടുക്കുമ്പോൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് സ്പെക്ട്രം മാത്രമേ ഞാൻ ഇതിൽ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ ആ ഫൊറിയർ ട്രാൻസ്ഫോം എടുക്കുന്ന സമയത്ത് എനിക്ക് കിട്ടുക എന്താണെന്നറിയോ, 1 kHz. ഇപ്പോൾ ഇത് ഫ്രീക്വൻസി ഈക്വൽ ടു ഹേർട്സിലാണ് ഇതിൻ്റെ ആക്സസ്, എക്സ് ആക്സസ്. അപ്പോൾ 1000 Hz എന്ന് പറഞ്ഞാൽ 1 kHz. അപ്പോൾ 1 kHz അതുപോലെ തന്നെ -1 kHz എനിക്ക് 2 പീക്കുകൾ കിട്ടും. അപ്പോൾ എനിക്ക് എന്തതിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്, എൻ്റെ സിഗ്നലിൽ ഏത് ഫ്രീക്വൻസിയാണുള്ളത്, 1 kHz എന്നുള്ള ഫ്രീക്വൻസിയാണുള്ളത്. അതാണ് എനിക്ക് ഫ്രീക്വൻസി അല്ലെങ്കിൽ ഫൊറിയർ ട്രാൻസ്ഫോമിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി ഇത് വരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ cos 2πfct, നമ്മുടെ cos 2πfct എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം എടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് എന്താണ്, ഹാഫ് ഡെൽ ഓഫ് എഫ് മൈനസ് എഫ് സി പ്ലസ് ഡെൽ ഓഫ് എഫ് പ്ലസ് എഫ് സി. അത് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പീക്ക് എന്ന് പറയുന്നത് മൈനസ് എഫ് സിയിലും അതുപോലെ തന്നെ പ്ലസ് എഫ് സിയിലും ആയിരിക്കും 2 പീക്കുകൾ കിട്ടുക. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എഫ് സി കൊടുത്തിരിക്കുന്നത് എത്രയാണ്, 1 kHz ആണ്. അപ്പോൾ എനിക്ക് നമ്മുടെ 1 kHz അതുപോലെ തന്നെ -1 kHz അതുപോലെ തന്നെ -1 kHz എനിക്ക് എന്ത് കിട്ടും, 2 പീക്കുകൾ കിട്ടും. ഓക്കെ, അതൊരു ഇക്വേഷനാണ്. cos 2πfcൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ഹാഫ് ഡെൽ ഓഫ് എഫ് മൈനസ് എഫ് സി പ്ലസ് ഡെൽ ഓഫ് എഫ് പ്ലസ് എഫ് സി. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ഇതാണ് ഫൊറിയർ ട്രാൻസ്ഫോം എന്താണെന്നുള്ളത്. അപ്പോൾ ഫൊറിയർ ട്രാൻസ്ഫോമിലൂടെ നമുക്ക് കിട്ടുന്നത് ഒരു സിഗ്നലിൻ്റെ ഏതൊക്കെ ഫ്രീക്വൻസി ഉണ്ട് എന്നാണ് നമുക്ക് ഈ ഫൊറിയർ ട്രാൻസ്ഫോമിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ബാൻഡ് വിഡ്ത്ത് എങ്ങനെ നമുക്ക് നോക്കാം എന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ അതിന് ഞാനിപ്പോൾ ഒരു MT എടുത്തേക്കാണ്, ഒരു റാൻഡം മെസ്സേജ് സിഗ്നൽ, ടൈമിനനുസരിച്ച് വേരി ചെയ്യുന്ന ഒരു സിഗ്നൽ, റാൻഡമായിട്ടൊരു സിഗ്നൽ എടുത്തു. അപ്പോൾ അതിന് ഫൊറിയർ ട്രാൻസ്ഫോം എടുക്കുന്ന സമയത്ത് ഇതിപ്പോൾ MT ആണ്. ഫൊറിയർ ട്രാൻസ്ഫോം എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് M(f). അപ്പോൾ ഇതൊരു റാൻഡം സ്പെക്ട്രം പോലെ ഞാൻ വെറുതെ വരച്ച് വെച്ചിട്ടാണ്. അപ്പോൾ എനിക്ക് അവിടെ ഈ സിഗ്നലിലുള്ള ഫ്രീക്വൻസി കോമ്പണൻസ് ആണ് എനിക്ക് ഇവിടെ ഈ സ്പെക്ട്രത്തിൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മിനിമം ഫ്രീക്വൻസി എനിക്ക് കിട്ടിയത് 1 kHz, മാക്സിമം അല്ലെങ്കിൽ ഹയർ ഫ്രീക്വൻസി എനിക്ക് കിട്ടിയത് 10 kHz ആണ് വിചാരിക്കുക. അപ്പോൾ എനിക്ക് ബാൻഡ് വിഡ്ത്ത് എത്ര ആയിരിക്കും വരിക, ഹയർ ഫ്രീക്വൻസി മൈനസ് ലോവർ ഫ്രീക്വൻസി. കാരണം 10 kHz മൈനസ് നമ്മുടെ 1 kHz, അപ്പോൾ കിട്ടുന്ന വാല്യൂ എത്രയായിരിക്കും, 9 kHz. അതാണ് എൻ്റെ ബാൻഡ് വിഡ്ത്ത്. ഓക്കെ, അപ്പോൾ ഈ ബാൻഡ് വിഡ്ത്ത് എങ്ങനെയാണെന്ന് നോക്കുക എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ആണ്, എന്താണ് മോഡുലേഷൻ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഫ്രീക്വൻസി ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കൺസെപ്റ്റ് നല്ലോണം മനസ്സിലാക്കി വെക്കുക. എന്താണ് ഈ മോഡുലേഷൻ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്? മോഡുലേഷൻ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് മോഡുലേഷൻ ചെയ്യുമ്പോൾ നടക്കുന്ന ഒരു പ്രോപ്പർട്ടി. ഓക്കെ, ഇഫ് എ സിഗ്നൽ, ഈ സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ MT ആണ്. ഇഫ് എ സിഗ്നൽ MT ആണ് മെസ്സേജ് സിഗ്നൽ. ഇഫ് എ സിഗ്നൽ ഈസ് മൾട്ടിപ്ലൈഡ് ബൈ എ കരിയർ സിഗ്നൽ പറഞ്ഞാൽ ഹയർ ഫ്രീക്വൻസി ആണ് CT. അപ്പോൾ നമ്മുടെ മെസ്സേജ് സിഗ്നൽ ഒരു കരിയർ സിഗ്നലായിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മോഡുലേഷൻ ചെയ്യുമ്പോൾ ദ സ്പെക്ട്രം വിൽ ബി ഷിഫ്റ്റഡ് ടു ദി ലെഫ്റ്റ് സൈഡ് ആൻഡ് റൈറ്റ് സൈഡ് ബൈ FC, ദാറ്റ് ഈസ് എ കരിയർ ഫ്രീക്വൻസി. ഓക്കെ, എന്താ ഉദ്ദേശിക്കുന്നത്, MTയും CTയും എന്നാൽ മെസ്സേജ് സിഗ്നലും കരിയർ സിഗ്നലും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മോഡുലേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ സ്പെക്ട്രം എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലേക്കും റൈറ്റ് സൈഡിലേക്കും ഷിഫ്റ്റ് ആവും. എത്ര ടേം വെച്ചിട്ട്, FC എന്നുള്ളൊരു വാല്യൂ വെച്ചിട്ട് ലെഫ്റ്റിക്കും റൈറ്റിക്കും നമ്മുടെ സ്പെക്ട്രം ഷിഫ്റ്റ് ആവും. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് വേറൊരു സംഭവം കൂടി നടക്കുന്നുണ്ട്, നമ്മുടെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് പകുതിയായിട്ട് കുറയുകയും ചെയ്യും. അപ്പോൾ 2 കാര്യങ്ങൾ അതിൽ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ മെസ്സേജ് സിഗ്നലും കരിയർ സിഗ്നലും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മോഡുലേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ സ്പെക്ട്രം എന്ന് പറയുന്നത് ലെഫ്റ്റിക്കും റൈറ്റിക്കും ഷിഫ്റ്റ് ചെയ്യും. FC എന്നുള്ള വാല്യൂ വെച്ചിട്ട് റൈറ്റിക്കും ലെഫ്റ്റിക്കും ഷിഫ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ സ്പെക്ട്രത്തിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്താവും, പകുതിയായിട്ട് കുറയുകയും ചെയ്യും. അപ്പോൾ ഇതാണ് മോഡുലേഷൻ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഫ്രീക്വൻസി ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. ഇത് നമ്മൾ ഈ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനൊക്കെ പഠിക്കുന്ന സമയത്ത് പല സ്ഥലത്തും നമ്മൾ ഇത് അപ്ലൈ ചെയ്യും. ഈ കൺസെപ്റ്റ് ഭയങ്കരമായിട്ട് മനസ്സിലാക്കി തന്നെ വെക്കണം. ഓക്കെ, അപ്പോൾ ഒന്നിനും പറയുകയാണെങ്കിൽ ഇപ്പോൾ സിഗ്നൽ ഇസ് മൾട്ടിപ്ലൈഡ് ബൈ കരിയർ സിഗ്നൽ
അല്ലെങ്കിൽ കരിയർ സിഗ്നൽ എന്താ, ഹൈ ഫ്രീക്വൻസി സിഗ്നൽ. മെസ്സേജ് സിഗ്നലും കരിയർ ഫ്രീക്വൻസിയും മോഡുലേഷൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്പെക്ട്രം ലെഫ്റ്റിക്കും റൈറ്റിക്കും ഷിഫ്റ്റ് ആവും എഫ് സി വെച്ചിട്ട്. അതുപോലെ തന്നെ അതിൻ്റെ സ്പെക്ട്രത്തിൻ്റെ ആംപ്ലിറ്റ്യൂഡ് വാല്യൂ എന്തായിട്ട് മാറും, പകുതിയായിട്ട് കുറയുകയും ചെയ്യും. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫിഗർ വെച്ചിട്ട് നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഞാൻ എടുത്തിരിക്കുന്ന മെസ്സേജ് സിഗ്നൽ എം ഓഫ് ടി. ടൈമിനനുസരിച്ച് റാൻഡമായിട്ട് വേരി ചെയ്യുന്ന ഒരു മെസ്സേജ് സിഗ്നൽ എടുത്തു. അതിന് ഫൊറിയർ ട്രാൻസ്ഫോം എടുക്കുന്ന സമയത്ത് എനിക്ക് എന്താണോ കിട്ടുന്നത്, എം ഓഫ് എഫ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് റാൻഡമായിട്ട് വെറുതെ വരച്ചിരിക്കുന്നത്. ട്രയാങ്കിൾ തന്നെ വരണമെന്നൊന്നുമില്ല, അത് വേണമെങ്കിൽ റെക്റ്റാങ്കിളോ എന്ത് ഷേപ്പ് വേണമെങ്കിലും വരയ്ക്കാം. ഞാനിതിപ്പോൾ ഇതിൽ ട്രയാങ്കിളായിട്ട് വരച്ചിരിക്കണമെന്ന് മാത്രം. അപ്പോൾ ഞാനതിൽ പറയുകയാണ്, ഈ മെസ്സേജ് സിഗ്നലിലുള്ള ഫ്രീക്വൻസി കോമ്പണൻസ് എന്താണ്, -W തൊട്ട് W വരെ വേരി ചെയ്യുന്ന ഫ്രീക്വൻസി കോമ്പണൻസ് ഈ മെസ്സേജ് സിഗ്നലിലുണ്ട്. അപ്പോൾ ഞാൻ അത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഒരു ട്രയാങ്കിൾ പോലെ ഞാൻ വരച്ചെന്നേ ഉള്ളൂ. ഷേപ്പ് എന്ത് വേണമെങ്കിലും ആവും, കാരണം നമ്മളിവിടെ എടുത്തിരിക്കുന്ന മെസ്സേജ് സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, റാൻഡം സിഗ്നലാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ സ്പെക്ട്രം എന്ന് പറയുന്നത് ഒരു റാൻഡം സ്പെക്ട്രമായിട്ട് വരയ്ക്കാം. ഇത്ര ഉദ്ദേശിച്ചുള്ളൂ. ഈ മെസ്സേജ് സിഗ്നലിൽ കുറച്ചധികം വേരി ചെയ്യുന്ന കുറേ ഫ്രീക്വൻസികളുണ്ട്. -W തൊട്ട് W വരെ വേരി ചെയ്യുന്ന കുറേ ഫ്രീക്വൻസീസ് ഉണ്ട്. അത് മാത്രമേ ഇതിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നതാണ് ഇങ്ങനെ. ഓക്കെ, ഇനി നമ്മുടെ നെക്സ്റ്റ് സിഗ്നൽ എന്താണ്, നമ്മുടെ സി ഓഫ് ടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കരിയർ. ഇതാണ് നമ്മുടെ എന്ത്, കരിയർ. ഇത് നമ്മുടെ കരിയർ സിഗ്നലാണ്, ഹൈ ഫ്രീക്വൻസി കരിയർ സിഗ്നൽ. നമ്മളെപ്പോഴും സ്വാഭാവികമായിട്ട് നമ്മളിവിടെ എടുക്കുന്നത് കരിയർ സിഗ്നൽ cos 2π FCT ആണ് എടുക്കുന്നത്. ഇനി വേണമെങ്കിൽ നമുക്ക് sin 2π FCT ആയിട്ട് നമുക്ക് കരിയർ എടുക്കാം. പക്ഷേ നമ്മൾ ത്രൂ ഔട്ട് ദിസ് മൊഡ്യൂൾ ഞാൻ എടുക്കുന്നത് cos 2π FCT ആയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ സി ഓഫ് ടി ആയിട്ട് വരച്ചിരിക്കുന്നത് എന്താണ്, cos 2π FCT ആണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിത്തെ ഫ്രീക്വൻസി എന്താണ്, എഫ് സി. അപ്പോൾ സി ഓഫ് ടി എടുത്തിരിക്കുമ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി ഏതാണ്, എഫ് സി. cos 2π FCTൻ്റെ ഫ്രീക്വൻസി ഏതാണ്, എഫ് സി. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ, cos 2π FCTൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം എടുക്കുന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന സ്പെക്ട്രം എങ്ങനെയായിരിക്കും, എഫ് സിയിലും എഫ് സിയിലും ആയിരിക്കും. അതുപോലെ തന്നെ ഹാഫ് ഡെൽ ഓഫ് എഫ് മൈനസ് എഫ് സി പ്ലസ് ഡെൽ ഓഫ് എഫ് പ്ലസ് എഫ് സി എന്നായിരുന്നില്ലേ, അതിൻ്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ പകുതിയായത്. അപ്പോൾ ഹാഫ്, അതാണ് ഈ സംഭവം. അപ്പോൾ എഫ് സിയിലും എഫ് സിയിലും ഹാഫ് ആംപ്ലിറ്റ്യൂഡ് പീക്കുള്ള സ്പെക്ട്രം ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. ഇതെന്ന് പറയുന്നത് ഹൈ ഫ്രീക്വൻസി സിഗ്നലിലാണ്, ഇത് ലോ ഫ്രീക്വൻസി സിഗ്നലിലെ. അപ്പോൾ എം ഓഫ് ടീൻ്റെ റാൻഡം ആയിട്ട് നമുക്ക് വരയ്ക്കാം. പക്ഷേ കോസിൻ്റെ നമുക്ക് ഇതേപോലെ റാൻഡം ആയിട്ട് ട്രയാങ്കിളോ റെക്റ്റാങ്കിളോ അങ്ങനെ വരയ്ക്കാൻ പറ്റില്ല. അത് കോസിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് എഫ് സിയിലും എഫ് സിയിലും ഹാഫ് ആംപ്ലിറ്റ്യൂഡ് വരുന്ന പീക്കുള്ള സ്പെക്ട്രം ആയിരിക്കും നമുക്ക് വരിക. അതിൽ വ്യത്യാസമൊന്നുമില്ല, അത് എപ്പോഴും ഇത് തന്നെ വരുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു എന്താ മോഡുലേഷൻ ചെയ്യുമ്പോൾ എന്താണ് നടക്കുന്നത്, എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് എം ഓഫ് ടി മൾട്ടിപ്ലൈഡ് ബൈ സി ഓഫ് ടി. രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴല്ലേ മോഡുലേഷൻ ആവുന്നേ, എന്നിട്ടല്ലേ നമ്മൾ അതിനെ ട്രാൻസ്മിറ്റ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ എം ഓഫ് ടി മൾട്ടിപ്ലൈഡ് ബൈ സി ഓഫ് ടീന് ഞാൻ എന്താക്കി എടുത്തു, എക്സ് ഓഫ് ടി എന്നായിട്ട് എടുത്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആ കിട്ടുന്ന സ്പെക്ട്രം എന്തായിരിക്കും, ഈ എക്സ് ഓഫ് ടീൻ്റെ സ്പെക്ട്രം ദാറ്റ് ഇസ് എക്സ് ഓഫ് എഫ്. അതെങ്ങനെയുള്ളതായിരിക്കും, ആസ് പെർ മോഡുലേഷൻ പ്രോപ്പർട്ടി ഞാൻ എന്താ പറഞ്ഞേ, നമ്മുടെ സ്പെക്ട്രം എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിക്കും റൈറ്റ് സൈഡിക്കും ഷിഫ്റ്റ് ആവും. എത്ര വാല്യൂ വെച്ചിട്ട്, എഫ് സി എന്നുള്ള വാല്യൂ വെച്ചിട്ട്. ആൻഡ് ആംപ്ലിറ്റ്യൂഡ് എന്തായിട്ടുണ്ടാവും, പകുതിയായിട്ട് കുറഞ്ഞിട്ടുണ്ടാവും. ഇതായിരുന്നു നമ്മുടെ സ്പെക്ട്രം. ഈ സ്പെക്ട്രത്തിൻ്റെ നടുക്കത്തുള്ള പോയിന്റ് ഏതായിരുന്നു, ഒറിജിൻ എന്തായിരുന്നു, 0 ആയിരുന്നു. അതെന്ന് പറയുന്നത് ലെഫ്റ്റിക്കും റൈറ്റിക്കും ഷിഫ്റ്റ് ആവും. ലെഫ്റ്റിക്ക് എത്ര വാല്യൂ വെച്ചിട്ടുണ്ടെങ്കിൽ ഷിഫ്റ്റ് ആവുക, എഫ് സി. അപ്പോൾ അതാണ് എഫ് സി എന്നുള്ള ഒറിജിനായിട്ട് മാറി. എന്നിട്ട് അവിടെ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന ഒരു ട്രയാങ്കിൾ. അതുപോലെ തന്നെ ഇത് റൈറ്റിക്കും ഷിഫ്റ്റ് ആവും. അപ്പോൾ അത് അവിടെയും എഫ് സി എന്നുള്ള ഒറിജിനുള്ള അതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് എഫ് സി ആയിരിക്കും. അവിടെ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നൊരു ട്രയാങ്കിൾ. പിന്നെ ഇവിടെ നിന്ന് വേരിയേഷൻ എങ്ങോട്ടാ, 0 to W. ഇവിടേക്ക് ഒരു W വേരിയേഷൻ ഉണ്ട്, ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഒരു Wൻ്റെ വേരിയേഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു Wൻ്റെ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ എഫ് സിയിൽ നിന്ന് ഒരു W ആഡ് ആയി. കാരണം എഫ് സി പ്ലസ് W ഇങ്ങോട്ട്, എഫ് സി മൈനസ് W ഇങ്ങോട്ട്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ഇവിടെ ഈ പോയിന്റിൻ്റെ വാല്യൂ എന്തായിരിക്കും, എഫ് സി മൈനസ് W എന്നായിരിക്കും. ഈ പോയിന്റ് എന്ന് പറയുന്നത് എഫ് സി പ്ലസ് W. അതുപോലെ ഇവിടെ മൈനസ് എഫ് സി ആണ് ഇതിൻ്റെ ഒറിജിൻ എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് എത്രയായിരിക്കും, പ്ലസ് W കൂടണ്ടേ. അപ്പോൾ മൈനസ് എഫ് സി പ്ലസ് W എന്നായിരിക്കും അവിടത്തെ പോയിന്റ്. ഇവിടത്തെ പോയിന്റ് എന്തായിരിക്കും, മൈനസ് എഫ് സി മൈനസ് W എന്നായിരിക്കും. അതുപോലെ തന്നെ ഞാൻ വേറെ എന്ത് പറഞ്ഞു, അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താവും, ഹാഫ് ആവും അല്ലേ. അപ്പോൾ ഇവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്തായി, നേരത്തെ K ആയിരുന്നു, അത് പകുതിയായി, K/2 എന്നായി, K/2. ഓക്കെ, അപ്പോൾ ഇതാണ് മോഡുലേഷൻ. അല്ലെങ്കിൽ ഇത് മോഡുലേഷൻ. ഈ സ്പെക്ട്രം ഞാൻ വരച്ചിരിക്കുന്നത് എന്ത് പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ടാണ്, മോഡുലേഷൻ പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ടാണ് ഞാൻ അവിടെ വരച്ചിരിക്കുന്നത്. മോഡുലേഷൻ പ്രോപ്പർട്ടി എം ഓഫ് ടി എന്നുള്ളൊരു സിഗ്നൽ ഉണ്ടായിരുന്നു.
അതിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം എടുത്തപ്പോൾ ഇത് റാൻഡമായിട്ട് എനിക്ക് വരയ്ക്കാൻ പറ്റും. ഒരു -w തൊട്ട് w വരെ ഫ്രീക്വൻസിയിലുള്ള ഒരു മെസ്സേജ് സിഗ്നലാണ് ഇത് എന്ന് പറഞ്ഞിട്ട് ഇത് വരച്ചിരിക്കുകയാണ്. അതിൻ്റെ പീക്കിൻ്റെ വാല്യൂ k. ഇത് ഫുൾ നമ്മുടെ ഈ അസംഷൻ പോലെ നമ്മൾ വരച്ച് വെച്ചിരിക്കണ്ട. ഇത് നമുക്ക് അങ്ങനെ അസംഷൻ പോലെ വരച്ചെടുക്കാൻ പറ്റില്ല. നമ്മൾ കരിയറായിട്ട് എടുക്കുന്നത് cos 2π fct ആണെങ്കിൽ അതിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് എന്തുതന്നെയായിരിക്കും? fcയിലും -fcയിലും പീക്ക് വരുന്നതായിരിക്കും. അതിൻ്റെ പീക്ക് വാല്യൂസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹാഫ് ആയിരിക്കും. ഇത് വന്നിരിക്കുന്നത് എന്താ? നമ്മുടെ ഈ ഹാഫ് del of f minus fc plus del of f plus fc. അതിൻ്റെ ഈ ഹാഫാണ് ഇവിടെ വന്നിരിക്കുന്നത്. del of f minus fc എന്ന് പറഞ്ഞാൽ -fcയിൽ ഒരു പീക്ക്, അതിൻ്റെ വാല്യൂ എന്താണ്? ഹാഫ്. പിന്നെ ഈ ഹാഫിൻ്റെ ഉള്ളിൽ ഇവിടെ ഉണ്ടല്ലേ ഹാഫ്. അപ്പോൾ ഹാഫ് del of f plus fc എന്നാൽ fcയിൽ ഹാഫ് ആംപ്ലിറ്റ്യൂഡ് വരുന്നത്. ഇവിടെ നിന്നാണ് ഈ സാധനം നമ്മൾ വരച്ചിരിക്കുന്നത്. ഇത് എന്തിൻ്റെയാണ്? cos 2π fct. അതിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം ആണിത്. അതിനനുസരിച്ചാണ് ഇത് വരച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് എം ഓഫ് ടി മൾട്ടിപ്ലൈഡ് ബൈ സി ഓഫ് ടി ആണ്. മോഡുലേഷൻ നടക്കുന്ന സമയത്ത് മോഡുലേഷൻ നടത്തി നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്തു. ആ സിഗ്നലിൻ്റെ ട്രാൻസ്മിഷൻ നടത്തിയ ആ സിഗ്നലിൻ്റെ സ്പെക്ട്രം എങ്ങനെയായിരിക്കും? ഇങ്ങനെയായിരിക്കും. അതെന്ന് പറയുന്നത് മോഡുലേഷൻ പ്രോപ്പർട്ടിക്ക് അനുസരിച്ചാണ് വരച്ചിരിക്കുന്നത്. ഇങ്ങനെ ഉണ്ടായിരുന്ന നമ്മുടെ സ്പെക്ട്രം ലെഫ്റ്റിക്കും റൈറ്റിക്കും ഷിഫ്റ്റ് ആവും. എത്ര വാല്യൂ വെച്ചിട്ട്? fc എന്നുള്ള വാല്യൂ വെച്ചിട്ട്. അപ്പോൾ 0 ഉണ്ടായിരുന്ന ഈ ഒരു സെൻറ്ററിലുള്ള പോയിന്റ് -fcയിലോട്ടും പോകും, ഈ ഒരു പോയിന്റ് +fcയിലോട്ടും പോകും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ട്രയാങ്കിൾ വരയ്ക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും വരിക. ഇത് ലെഫ്റ്റ് സൈഡ്, ഇത് റൈറ്റ് സൈഡ്. -fc +fc. അതുപോലെ തന്നെ k എന്നുള്ള ആംപ്ലിറ്റ്യൂഡ് ഉള്ള സാധനം എന്തായിട്ട് മാറി? k/2 എന്നുള്ളതായി. ആംപ്ലിറ്റ്യൂഡ് ബിക്കംസ് ഹാഫ്. നമ്മൾ പറഞ്ഞില്ലേ, അതാണ് സംഭവം. k/2 എന്നായി. ഇനി ഇതിൻ്റെ ബാൻഡ് വിഡ്ത്ത് എത്രയായിരിക്കും? നമ്മൾ ഈ സൈഡ് മാത്രം നോക്കിയാൽ മതി. ബാൻഡ് വിഡ്ത്ത് എത്രയായിരിക്കും? ഹയർ ഫ്രീക്വൻസി fc + w, ഹയർ ഫ്രീക്വൻസി fc + w, ലോവർ ഫ്രീക്വൻസി fc - w. അപ്പോൾ fc + w മൈനസ് ഓഫ് fc - w ചെയ്യുമ്പോൾ fcയും ക്യാൻസൽ ആയിട്ട് പോകും. w മൈനസ് ഉള്ളിലേക്ക് എടുക്കുമ്പോൾ +w. അപ്പോൾ w + w എന്ന് പറയുന്നത് 2w. അപ്പോൾ നമ്മുടെ ബാൻഡ് വിഡ്ത്ത് ഇവിടെ എത്രയാണ് കിട്ടിയത്? 2w. ഓക്കെ, ഇത് മനസ്സിലായല്ലോ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താ? നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ആ മെസ്സേജ് സിഗ്നൽ തിരിച്ച് കിട്ടുക? അപ്പോൾ ഹൗ വി വിൽ ഗെറ്റ് ദ മെസ്സേജ് സിഗ്നൽ ബാക്ക്. അപ്പോൾ നമ്മൾ ഇങ്ങനെ മോഡുലേഷൻ ചെയ്യിപ്പിച്ച് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യിപ്പിച്ചു. പക്ഷെ നമുക്ക് വേണ്ടത്, പക്ഷെ നമ്മൾ കരിയർ സിഗ്നലുമായിട്ട് മോഡുലേറ്റ് ചെയ്യിപ്പിച്ചിട്ടാണ് വിട്ടിരിക്കുന്നത്. പക്ഷെ നമുക്ക് വേണ്ടത് ആക്ച്വലി എന്താ? നമ്മുടെ മെസ്സേജ് സിഗ്നൽ എം ഓഫ് ടി മാത്രമേ നമുക്ക് വേണ്ടൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡീമോഡുലേഷൻ ചെയ്യണം. ഡീമോഡുലേഷനിൽ എന്താ നടക്കുന്നത്? വി നീഡ് ടു റിമൂവ് ദ കരിയറിനെ റിമൂവ് ചെയ്യുക. അതാണ് ഡീമോഡുലേഷനിൽ നടക്കുന്നത്. അതെങ്ങനെയാണ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുക? കരിയറിനെ എങ്ങനെ നമുക്ക് റിമൂവ് ചെയ്തിട്ട് എം ഓഫ് ടി മാത്രം നമുക്ക് കിട്ടും? അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത്? ഇറ്റ് ഈസ് ഡൺ ബൈ മൾട്ടിപ്ലൈയിങ് വിത്ത് ദ സെയിം കരിയർ അറ്റ് ദ റിസീവർ. നമ്മുടെ റിസീവർ സൈഡിൽ നമ്മൾ ഏത് കരിയറും ഉപയോഗിച്ചിട്ടാണ് മോഡുലേഷൻ ചെയ്യിപ്പിച്ചത്, അതേ കരിയർ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ട്രാൻസ്മിറ്റഡ് സിഗ്നൽ എന്തായിരുന്നു? എം ഓഫ് ടി, നമ്മുടെ മെസ്സേജ് സിഗ്നൽ മൾട്ടിപ്ലൈഡ് ബൈ കരിയർ സിഗ്നൽ cos 2π fct. അപ്പോൾ ഇതാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യിപ്പിച്ചത്. അപ്പോൾ നമ്മൾ റിസീവ് ചെയ്യുമ്പോഴും ഇതേ സംഭവമായിരിക്കും വന്നിട്ടുണ്ടാവുക. പക്ഷെ നമ്മൾ ഡീമോഡുലേഷൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഈ നമുക്ക് കിട്ടിയ സിഗ്നലിനോടൊപ്പം നമ്മൾ cos 2π fct എന്നുള്ളത് മൾട്ടിപ്ലൈ ചെയ്യും. മൾട്ടിപ്ലൈയിങ് വിത്ത് cos 2π fct അറ്റ് ദ റിസീവർ. അപ്പോൾ എന്താവും? എം ഓഫ് ടി cos 2π fct വീണ്ടും cos 2π fct നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. എവിടെ? അറ്റ് ദ റിസീവർ. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? എം ഓഫ് ടി cos 2π fct ദ ഹോൾ സ്ക്വയർ. 2 cos 2π fct ഉണ്ട്. അപ്പോൾ cos 2π fct ദ ഹോൾ സ്ക്വയർ. അതിനെ നമുക്ക് എം ഓഫ് ടി cos സ്ക്വയർ 2π fct എന്നും എഴുതാം. ഈ സ്ക്വയർ ഇങ്ങോട്ടേക്ക് എഴുതാമല്ലോ. ഇനി cos സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് 1 + cos 2 θ/2 ആണ്. അപ്പോൾ അതിനനുസരിച്ച് എഴുതുമ്പോൾ നമുക്ക് എം ഓഫ് ടി 2 1 + cos 4π fct എന്ന് വരും. ഇത് ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുമ്പോൾ എം ഓഫ് ടി 2 + എം ഓഫ് ടി 2 cos 4π fct. അതിൽ ഈ ടേം എന്ന് പറയുന്നത് നമുക്ക് ലോ പാസ് ഫിൽട്ടർ വഴി കടത്തിവിടുന്ന സമയത്ത് അത് റിമൂവ് ആയി പോവും. അപ്പോൾ ആകെ നമുക്ക് കിട്ടുന്ന ടേം എന്ന് പറയുന്നത് എം ഓഫ് ടി 2 ആയിരിക്കും. കാരണം ഇതെന്ന് പറയുന്നത് ഹൈ ഫ്രീക്വൻസി കോമ്പണൻസ് ഉള്ള ഒരു ടേമാണ്. അപ്പോൾ അത് ലോ പാസ് ഫിൽട്ടർ കൂടെ നമ്മൾ ഈ മൊത്തം ടേമിനും കടത്തിവിടുന്ന സമയത്ത് ഈ ഹൈ ഫ്രീക്വൻസി ടേം വരുന്ന മറ്റേ എം ഓഫ് ടി 2 cos 4π fct എന്നുള്ള ഈ ടേം എന്ന് പറയുന്നത് ഹൈ ഫ്രീക്വൻസി ടേമാണ്. അപ്പോൾ അത് റിജക്റ്റ് ആവും. നമുക്ക് ആകെ കിട്ടുന്നത് ഈ എം ഓഫ് ടി 2 എന്നുള്ള ടേം മാത്രമായിരിക്കും. ഈ എം ഓഫ് ടി 2 എന്നുള്ള ടേമിനെ നമുക്ക് വേണ്ടത് എം ഓഫ് ടി അല്ലേ. അപ്പോൾ × 2 ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? എം ഓഫ് ടി മാത്രമായിട്ട് നമുക്ക് കിട്ടും. കാരണം ആംപ്ലിഫൈ യൂസിങ് ഗെയിൻ 2. അപ്പോൾ നമ്മളതിനെ ഗെയിൻ 2 ഉള്ള രീതിക്ക് ആംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എം ഓഫ് ടി മാത്രമായിട്ട് കിട്ടും. അങ്ങനെയാണ് ഡീമോഡുലേഷൻ സൈഡിൽ നമുക്ക് എന്ത് കിട്ടുന്നത്?
MT മാത്രമായിട്ട് നമുക്ക് സിഗ്നൽ കിട്ടുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്ത സിഗ്നൽ MT ഇൻറ്റു കോസ് 2π FCT എന്നായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റി? കോസ് 2π FCT എന്നുള്ള കരിയറുമായിട്ട് നമ്മൾ അതിന് മൾട്ടിപ്ലൈ ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് ലാസ്റ്റ് എന്ത് തന്നെ കിട്ടുന്നുണ്ട്? MT തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഡിമോഡുലേഷൻ പ്രോസസ്സ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? മെസ്സേജ് സിഗ്നലിനെ തിരിച്ചു കിട്ടാൻ പറ്റുന്നത്. അണ്ടർസ്റ്റുഡ്?